പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ബാഗ് നെഞ്ചോടടക്കി കോളേജിന് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ രാധുവിൻ്റെ കണ്ണുകൾ ഇടതരവില്ലാതെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ബാഗിലുള്ള ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയതും രാധു ഫോണെടുത്ത് നോക്കിയതും സ്ക്രീനിൽ മിത്രയുടെ നെയിം തെളിഞ്ഞു കണ്ടതും കോള് കട്ട് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിൽ തന്നെ വെച്ചു. മിത്ര തന്നിൽ നിന്നും അവളുടെ വിവാഹകാര്യം മറച്ചു വെച്ചത് അവൾ അത്രമേൽ നോവിച്ചിരുന്നു. കാരണം ഇരു ശരീരമാണെങ്കിലും ഒറ്റ മനസ്സ് പോലെ കടിഞ്ഞവരായിരുന്നു. രാധു കോളേജ് ഗേറ്റ് കടക്കുന്നതിന് മുമ്പായി ഒരു ബൈക്ക് വേഗത്തിൽ ചീറിപ്പാഞ്ഞു വന്നതും രാധു വേഗം സൈഡ് മാറി നിന്നു. കണ്ണുകൾ അമർത്തി തുറച്ച് മുന്നോട്ട് നോക്കിയതും കാണുന്നത് ബൈക്കിലിരുന്ന് തന്നെ ദഹിപ്പിച്ച് നോക്കുന്നത് ആന്നെയാണ്. ആരെ സ്വപ്നം കണ്ട് നടക്കാനടി, ഇപ്പൊ തന്നെ കാണായിരുന്നു പാടാകുന്നത്, രാധവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അവളുടെ കരഞ്ഞു ചുവന്ന മുഖം കണ്ടതും അവൻ നെറ്റിച്ചു വിളിച്ചു. സോറി. അവനെ നോക്കാതെ തലതായി തീർന്ന് അത്രമാത്രം പറഞ്ഞ് രാധ അവിടുന്ന് പോയതും ധ്യാനാതിശയത്തോടെ അവളെ നോക്കി. കാരണം തന്നോട് സംസാരിക്കാനായിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി പിറകെ നടക്കുന്നവളാണ്. പുറത്തുനിന്ന് കണ്ടാൽ എന്തെങ്കിലും പറഞ്ഞു ഉടക്കിയില്ലെങ്കിൽ സമാധാനമില്ലാത്തവളാണ് ഈ പൂച്ചയെ പോലെ പോകുന്നത്. ഓ അനുരാധ. അവളുടെ മുഖം കണ്ട് പന്തികേട് തോന്നി ധ്യാൻ തിരിച്ചവളെ വിളിച്ചുവെങ്കിലും അവൻ്റെ വിളി കേൾക്കാത്ത പോലെ രാധ വേഗം ഹോസ്റ്റൽ ലക്ഷ്യം വെച്ച് നടന്നു. രാധ പോയതിനു ശേഷം മിത്രയ്ക്ക് മനസ്സ് വളരെ അസ്വസ്ഥമായതുപോലെ തോന്നി. രാധുവിനെ കുറിച്ച് ആലോചിക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരുവിധം വൈകുന്നേരമാക്കി ലോങ് ബെല്ലടിച്ചതും വേഗം മിത്ര കോളേജിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് നടന്നു. ഡേവിഡിന്റെ വണ്ടി വരുന്നത് നോക്കി ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോഴാണ് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളിൽ മിത്രയുടെ മിഴികൾ ഉടക്കിയത്. വല്യേട്ടൻ. ആരോടോ ഫോണിൽ വിളിച്ച് ചിരിച്ചുകൊണ്ട് വരുന്ന ദീക്ഷിത്തിനെ കണ്ട് പതിയെ അവളുടെ അധരങ്ങൾ ഉരുവിട്ടു. എന്നാൽ പെട്ടെന്ന് മിത്രയെ കണ്ട് ദീക്ഷിത്തിന്റെ മിഴികൾ വിടർന്നുവെങ്കിലും ഞൊടിയുടെ നേരം കൊണ്ട് ആ മുഖത്ത് അവളോടുള്ള വെറുപ്പ് നിറഞ്ഞു. തന്നെ വെറുപ്പോടെ നോക്കി കാറും എടുത്ത് പോകുന്ന ദീക്ഷിത്തിനെ കണ്ട് മിത്രയുടെ മിഴികൾ നിറഞ്ഞുവെങ്കിലും വാശിയുടെ അവൾ കണ്ണു തുടച്ച് കുറച്ചു മാറി തന്നെ കാത്തുന്ന പോലെ നിർത്തിയിട്ട് ഡേവിഡിന്റെ കാർ ലക്ഷ്യം വെച്ച് നടന്നു. വീട്ടിലേക്കുള്ള യാത്രയിൽ പതിവിന് വിരുദ്ധമായി മൗനമായി ഇരിക്കുന്നവളെ കണ്ട് ഡേവിഡ് ഫ്രണ്ട് മിററിലൂടെ അവളെ നോക്കി. വാടിയിരിക്കുന്ന മുഖവും ചുവന്നു കലങ്ങിയ കണ്ണുകളും അവളെ കരഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു. അല്ല ചേട്ടതി, ഇന്ന് എന്തു പറ്റി? ഡാനിയുടെ ശബ്ദം കേട്ടുന്ന ഡേവിഡ് അവളിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ച് ഡ്രൈവിംഗിൽ ശ്രദ്ധ കൊടുത്തിരുന്നുവെങ്കിലും അവളുടെ മറുപടി കേൾക്കാനായി ചെവി കൂർപ്പിച്ചിരുന്നു. ഒന്നുമില്ലടാ, നല്ല തലവേദന, മിത്ര പറഞ്ഞത് കേട്ട് ഡാനി ചോദിച്ചു. അല്ല ഹോസ്പിറ്റലിൽ പോണ ചേട്ടതി? വേണ്ട ഡാനി, തനിയെ മാറിക്കോളും. അത് പറഞ്ഞ് മിത്ര സീറ്റിലേക്ക് ചാരി കിടന്നു. കുറച്ചു കഴിഞ്ഞ് ഹൈസ്കൂളിൻ്റെ അടുത്ത് വണ്ടി ഒതുക്കിയതും കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് കുഞ്ഞുകൊണ്ടും വന്ന് ആ കാറിൽ കയറി. തൻ്റെ അടുത്ത് ഗ്ലൂമി ആയിരിക്കുന്ന മിത്രയെ കണ്ട് കുഞ്ഞുട്ടിനും കാര്യം തിരക്കിയെങ്കിലും ഡാനിയോട് പറഞ്ഞ അതേ മറുപടി കുഞ്ഞുട്ടിനോടും പറഞ്ഞു. വീട്ടിലെത്തിയതും തലവേദന എന്ന പേരും പറഞ്ഞ് മിത്ര റൂമിൽ കയറി കിടന്നു. രാധുവിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയെങ്കിലും സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് കേട്ട് അവൾക്ക് ദേഷ്യവും സങ്കടവും തോന്നി. രാത്രി ഫുഡ് കഴിക്കാൻ എല്ലാവരും വന്ന് വിളിച്ചുവെങ്കിലും തലവേദനയുടെ പേരും പറഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ കിടന്നു. വാതിലിൽ തുടരെയുള്ള മുട്ട് കേട്ടതും മിത്ര മുഖം ഒന്ന് അമർത്തി തുടച്ച് കഥക് പോയി തുറന്നതും കാണുന്നത് മുന്നിൽ നിൽക്കുന്ന ഡേവിഡിനെയാണ്. എന്താ സർ? തനിക്ക് ഭക്ഷണം വേണ്ടേ? എനിക്ക് വേണ്ട. അതെന്താ? വന്ന് കഴിച്ച് കിടക്കാൻ നോക്ക്. രാത്രി അത്താഴപ്പണി കിടക്കാൻ പാടില്ല, അതറിയില്ലേ തനിക്ക്? എനിക്ക് തലവേദനയാ, അതുകൊണ്ടാ ഫുഡ് വേണ്ടാത്തത്. എന്നാലും കുറച്ചെങ്കിലും കഴിക്കണം, ഇവിടെ ആരും പട്ടിണി കിടക്കാൻ പാടില്ല. അത് പറഞ്ഞ് ഡേവിഡ് അവളുടെ കൈയും പിടിച്ച് താഴേക്ക് പോയതും മടിയോടെ അവളും അവനെ എതിർക്കാതെ കൂടെ പോയി. അവരെ കാത്തുന്ന പോലെ ഡൈനിങ് ടേബിളിൽ കുഞ്ഞുണ്ടും ഡാനിയും അപ്പച്ചനും ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഡേവിഡ് അവൾ ഒരു ചെയറിലേക്ക് ഇരുത്തി ഒരു പ്ലേറ്റ് എടുത്ത് ഭക്ഷണം വിളമ്പി അവൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ചു. ഇത് മുഴുവൻ കഴിച്ചിട്ട് ഇവിടുന്ന് എണീറ്റാൽ മതി. മിത്രയോടായി അതും പറഞ്ഞ് ഡേവിഡ് ചെയറിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും മിത്ര ദയനീയതയോടെ മറ്റു 3 പേരെയും നോക്കിയതും തങ്ങളീ നാട്ടുകാരെ എല്ലാം എക്സ്പ്രഷൻ ഇട്ട് ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നവരെ കണ്ട് അവളുടെ ചുണ്ടുകൾ കൂർത്തു. ഭക്ഷണത്തെ നിന്ദിക്കാൻ പാടില്ലെന്ന് പഠിച്ചു വളർന്നത് കൊണ്ട് വേണ്ടെങ്കിൽ പോലും എങ്ങനെയൊക്കെയോ മിത്ര അത് മുഴുവനും കഴിച്ചെഴുന്നേറ്റു. പിറ്റേന്ന് കോളേജിലേക്ക് പോകാൻ എല്ലാവരെക്കാളും ഉത്സാഹം മിത്രക്കായിരുന്നു. കാരണം രാധു വരുമെന്ന് അവൾക്ക് അറിയാം. കോളേജ് ബസ് സ്റ്റോപ്പിലായി ഡേവിഡ് കാറ് നിർത്തിയതും മിത്ര വേഗം കാറിൽ നിന്നിറങ്ങി കോളേജ് ലക്ഷ്യം വെച്ച് നടന്നു. കാറ് പാർക്ക് ചെയ്ത് സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ ഡേവിഡ് കണ്ടിരുന്നു മൂട്ടിന് തീ പിടിച്ച പോലെ വേഗത്തിൽ ക്ലാസ് റൂം ലക്ഷ്യം വെച്ച് പോകുന്ന മിത്രയെ. അവളിൽ നിന്നും ഡേവിഡ് ഇന്നലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൾക്ക് രാധുവിനെ കാണാനുള്ള തിടുക്കമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ ചാടിത്തുള്ളി പോയ വഴിയൊന്ന് നോക്കി ഡേവിഡ് സ്റ്റാഫ് റൂം ലക്ഷ്യം വെച്ച് നടന്നു. മിത്ര ക്ലാസ്സിലെത്തിയതും കണ്ട് ഡെസ്കിൽ വെച്ചിരിക്കുന്ന രാധുവിൻ്റെ ബാഗ്. ക്ലാസ്സിലൊന്ന് രാധുവിനെ കാണാതെ വന്നതും മറ്റൊരു കുട്ടിയോട് കാര്യം തിരക്കിയതും രാധു ലൈബ്രറിയിൽ പോയി എന്നറിഞ്ഞതും മിത്ര കയ്യിലുള്ള ബാഗ് ഡെസ്കിൽ വെച്ച് ലൈബ്രറി ലക്ഷ്യം വെച്ച് നടന്നു. രാധു,
മിത്ര വന്നതുപോലും അറിയാതെ ഡെസ്കിൽ തലവെച്ച് കിടക്കുന്ന രാധവിനരികിലിരുന്ന് മിത്ര അവളെ പതിയെ തട്ടി വിളിച്ചതും മുഖമുയർത്തി നോക്കിയ രാധു മിത്രയെ കണ്ടത് ദേഷ്യത്തിൽ മുഖം തിരിച്ചിരുന്നതും സങ്കടത്തിൽ മിത്രയുടെ മിഴികൾ നിറഞ്ഞു. രാധു, നീയും ഇങ്ങനെ മുഖം തിരിച്ച് നടക്കല്ലടി. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് മിത്ര പറഞ്ഞത് കേട്ട് രാധുവിന് വിഷമം തോന്നി. വിവാഹം കഴിഞ്ഞ കാര്യം തന്നെയും മറച്ചു വെച്ച സങ്കടത്തിലാണ് രാധു മിത്രയോട് മിണ്ടാതെ നടന്നുവെങ്കിലും മിത്രയുടെ കണ്ണുനീരിന് മുമ്പിൽ അവളുടെ ദേഷ്യവും പരിഭവവും എല്ലാം വലിഞ്ഞു പോയിരുന്നു. തന്നെ ചേർത്ത് പിടിച്ച് രാധുവിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മിത്ര പൊട്ടിക്കരഞ്ഞു. മതിയടി, ഇങ്ങനെ കരയല്ലേ. സോറി രാധു, ഞാൻ മനഃപൂർവ്വം പറയാത്തതല്ല. സാറാ പറഞ്ഞത് ആരോടും പറയേണ്ടെന്ന്. രാധവളുടെ മുഖത്തുള്ള കണ്ണുനീര് തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും മിത്ര അവളെ നോക്കി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ആ പോട്ടെ, അത് വിട്ടുകള. എന്നിട്ട് എന്നോട് പറയാതെ വെച്ചിരുന്ന നിങ്ങളുടെ വിവാഹക്കാരൊക്കെ പറ. രാധു പറഞ്ഞത് കേട്ട് മിത്ര അന്നവരെ ബലമായി തന്നെ എല്ലാവരും കൂടി വിവാഹം കഴിപ്പിച്ചതും അതിനുശേഷം തൻ്റെ വീട്ടുകാർ തന്നെ ഡേവിഡിൻ്റെ കൂടെ പറഞ്ഞു വിട്ടതുമെല്ലാം മിത്ര രാധുവിനോട് പറഞ്ഞു. മിത്ര പറഞ്ഞത് കേട്ട് രാധുവിന് അവളോട് സഹതാപം തോന്നി. ഒപ്പം മിത്രയുടെ വീട്ടുകാരോട് അടങ്ങാത്ത ദേഷ്യവും. അല്ല, നീ അപ്പോൾ ദുർവാസാവിൻ്റെ വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്? രാധുവിന്റെ ദുർവാസാവ് എന്ന സംബോധന കേട്ടതും അതുവരെ കരഞ്ഞ് മൂക്ക് വലിച്ചു കൊണ്ടിരുന്ന മിത്ര അവളോട് കൂർപ്പിച്ചു നോക്കി. സോറി, നീ അപ്പൊ സാറിന്റെ കൂടിയാണോ? രാധു ആകാംക്ഷയോടെ ചോദിച്ചതും അവൾ അതേന്ന് തലയാട്ടി. അല്ല, അവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാ നിന്നോട്? അപ്പച്ചനും ഡാനിക്കും കുഞ്ഞോട്ടും എന്നെ വലിയ ഇഷ്ടാ. ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഡാനിയലില്ലേ, അവൻ സാറിന്റെ അനിയനാണ്. പിന്നെ കുഞ്ഞൂട്ടൻ, അവൻ +2 പഠിക്കാം. നിനക്കറിയോ, അവിടെ നല്ല രസാ. ആദ്യം എനിക്കൊരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. കുഞ്ഞൂട്ടനാ എനിക്ക് എല്ലാം പഠിപ്പിച്ചു തന്നത്. അവരെ കുറിച്ച് ആവേശത്തോടെ പറയുന്നവളെ രാധു നോക്കിയിരുന്നു. അപ്പൊ നിന്നെ സാറെങ്ങനെയാണ്? വലിയ ഗൗരവാ, അങ്ങനൊന്നും സംസാരിക്കില്ല, പക്ഷെ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടാകും. പുഞ്ചിരിയോടെ മിത്ര പറയുന്നത് കേട്ട് രാധു ഒന്ന് തറപ്പിച്ച് മൂളി. ബെല്ലടിച്ചതും ഇരുവരും അവിടുന്ന് വാഷ്റൂമിൽ പോയി മുഖമെല്ലാം കഴുകി തുറച്ച് ക്ലാസ്സിലേക്ക് പോയി. വൈകിട്ട് എത്തിയപ്പോൾ മുതൽ മിത്രയ്ക്ക് എന്തെന്നില്ലാത്ത അസ്വസ്ഥത തോന്നി. ചെറുതായി പനിക്കാൻ തുടങ്ങിയതും വേഗം ഫ്രഷായി ബെഡിലേക്ക് കിടന്നതും ക്ഷീണവും ബോഡി പെയിനും കാരണം തളർച്ചയോടെ ഉറക്കത്തിലേക്ക് വീണു. രാത്രി ആയപ്പോഴേക്കും മിത്രയുടെ പനി കൂടിയതും അവളെയും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് വന്നതാണ് ഡേവിഡ്. അടുത്തുള്ള ക്ലിനിക്കിൽ മിത്രയെ കാണിച്ച് ഡേവിഡ് അവളെ കാറിലേക്ക് ഇരുത്തി തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക് നടന്നു. ഡേവിഡ് വരുന്നത് നോക്കി കാറിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മിത്രയ്ക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നത്. വേഗം തന്നെ വായും പൊത്തിപ്പിടിച്ച് ഡോർ തുറന്നിറങ്ങി അവൻ റോഡിന്റെ സൈഡിലേക്ക് ഓടി. വയറിലുള്ള പിത്തവെള്ളം മുഴുവൻ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തോ ആശ്വാസം തോന്നി. കഴുത്തിലെ ഷോള് കൊണ്ട് മുഖം തെറിച്ച് കാറിൽ നിന്നും വാട്ടർ ബോട്ടിൽ എടുക്കാൻ കാറിന്റെ അരികിലേക്ക് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ഓണടി കേട്ടത്. അവശതയോടെ തിരിഞ്ഞു നോക്കിയ മിത്ര കാണുന്നത് നിയന്ത്രണം വിട്ട് തന്റെ നേരെ വരുന്ന ജീപ്പിനെ കണ്ടതും എന്ത് ചെയ്യണമെന്ന് അറിയാതെ മിത്ര പകച്ചു നിന്നു. പിന്നെ മരണം മുന്നിൽ കണ്ടതുപോലെ മിഴികൾ ഇറുകെ ചിമ്മി. അങ്ങോട്ട് വന്ന ഡേവിഡ് ആ കാഴ്ച കണ്ടതും ആദ്യം ഒന്ന് നെടുങ്ങിയെങ്കിലും പിന്നെ വേഗം പോയി മിത്രയുടെ കയ്യിൽ പിടിച്ചൊരു സൈഡിലേക്ക് വലിച്ചു മാറ്റിയതും ആ ജീപ്പ് സൈഡിലുള്ള മതിൽ പോയി ഇടിച്ച് പിന്നെ വേഗം എത്തിയെന്ന് അവിടുന്ന് പോയിരുന്നു. പെട്ടെന്ന് ബോധം വന്നതുപോലെ മിത്ര ചുറ്റുമൊന്ന് നോക്കി. തന്റെ മുമ്പിൽ നിൽക്കുന്ന ഡേവിഡിനെ കണ്ടതും ആ നിമിഷം തന്നെ അവൾ പരിസരം പോലും വകവെക്കാതെ അവൻ ഇറുകപ്പെടുന്ന ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. പെട്ടെന്നുള്ള മിത്രയുടെ നീക്കത്തിൽ ഡേവിഡൊന്ന് പകച്ചു പോയിരുന്നു. അവളെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവളുടെ ദേഹത്തെ വിറയിൽ തന്നെ അവൾ നന്നായി പേടിച്ചെന്നറിഞ്ഞതിനാൽ അവളെ തന്നിൽ നിന്നും മടത്തി മാറ്റാൻ അവന് തോന്നിയില്ല. ദേവ, അറിയോ ഓക്കെ? ഡേവിഡ് മിത്രയെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ പെട്ടെന്ന് ബോധം വന്നതുപോലെ അവനീ നടന്നു മാറി. അത് പിന്നെ ഞാൻ പെട്ടെന്ന് പേടിച്ചപ്പോ. മിത്ര എന്ത് പറയണമെന്ന് അറിയാതെ തപ്പിത്തടഞ്ഞു. നിന്നോട് വണ്ടിയിൽ തന്നെ ഇരിക്കാനല്ലായിരുന്നു പറഞ്ഞേ? ഡേവിഡ് ചോദിച്ചത് കേട്ട് മിത്ര തെറ്റ് ചെയ്ത കുട്ടികളെ പോലെ തലതാഴ്ത്തി നിന്നു. ദേവ, നിന്നോടാ ചോദിച്ചത്. അത് പിന്നെ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ വന്നപ്പോ ഇറങ്ങിയതാ. വെള്ളം വേണം നിനക്ക്? വേണം. നീ കാറിലിരിക്കും, ഞാൻ വാങ്ങി വരാം. കയ്യിലുള്ള മരുന്ന് മിത്രയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഡേവിഡ് പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും മിത്ര വേഗം അവന്റെ കയ്യിൽ പിടിച്ചു. ഞാനും വരും, എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. നേരത്തെ നടന്ന സംഭവത്തിന്റെ ഭയം അവളെ നിന്നും വിട്ടുപോയില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഡേവിഡ് പിന്നെ ഒന്നും പറയാതെ അവളെയും കൊണ്ട് അടുത്തുള്ള കടയിൽ പോയി ഒരു കുപ്പി വെള്ളം വാങ്ങിക്കൊടുത്തതും മിത്ര ആ വാ കഴുകി കുറച്ച് വെള്ളം കുടിച്ച് ബാക്കി വെള്ളം കൊണ്ട് മുഖം കഴുകാൻ നിന്നതും ഡേവിഡ് അവളെ തടഞ്ഞു. അല്ലെങ്കിൽ തന്നെ പനിയാ ദേവ നിനക്ക്. ഇനി ഈ വെള്ളം കൊണ്ട് മുഖം കഴുകിയ ജലദോഷം കൂടെ വരും. ഞാനും ഓർത്തില്ല. ഡേവിഡ് കരുതലോടെ പറഞ്ഞത് കേട്ട് അവൾക്ക് ഉള്ളിൽ സന്തോഷം തോന്നിയെങ്കിലും അടക്കി നിർത്തി ചുണ്ടുകൾ കൂർപ്പിച്ച് അവനോട് പറഞ്ഞതും ഡേവിഡ് ഒന്ന് അമർത്തി മൂളി അവളെയും കൊണ്ട് കാറിനരികിലേക്ക് നടന്നു. വീട്ടിലേക്കുള്ള യാത്രയിൽ മിത്രയുടെ കണ്ണുകൾ ഡേവിഡിൽ തന്നെയായിരുന്നു.
അവൻ്റെ ഗൗരവം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിയിരിക്കും തോറും അവളുടെ ഉള്ളിൽ അവനോടുള്ള ഇഷ്ടം ഇരട്ടിയാകുന്ന പോലെ തോന്നി മിത്രക്ക്. ഡേവിഡിനെ തന്നെ നോക്കിയിരുന്ന് സീറ്റിൽ ചാരി കിടന്ന മിത്ര എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു. ഇരുവരും വീട്ടിലെത്തുമ്പോൾ ഐസക്കും ഡാനിയനും കുഞ്ഞൂട്ടനും അവരെ കാത്തുന്ന പോലെ സിറ്റ് ഔട്ടിലുണ്ടായിരുന്നു. ഡേവിഡ് മിത്രയും കുറെ തട്ടി വിളിച്ച് നോക്കിയെങ്കിലും പനിയുടെ ക്ഷീണം കാരണം മിത്ര ഉറക്കമെണീക്കാതെ കിടന്നതും ഡേവിഡ് അവളെ കയ്യിലെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി.